പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗോവിന്ദനാണെങ്കിലും ദേവയാനീനോട് പറയുന്നുണ്ടായിരുന്നു, നന്ദു ജനിക്കുന്നതിന് മുന്നേ തന്നെ അവരിങ്ങനെ ഒരു സിനിമയ്ക്ക് പോയ സമയത്ത് കനകേനെ കുറച്ച് ആൾക്കാർ ശല്യം ചെയ്തതും അത് പിന്നീട് കേസായതും കേട്ടോ. അപ്പോൾ ആ സമയത്ത് തന്നെ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചതാണ്, ജനിക്കുന്ന കുട്ടി ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അതിന് കുറച്ച് അഭ്യാസങ്ങളൊക്കെ പഠിപ്പിക്കണം എന്നുള്ളത്. ആദ്യം കളരി പഠിപ്പിച്ചു, പക്ഷേ അത് മോൾക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് പിന്നെ കരാട്ടയും പഠിപ്പിക്കുകയായിരുന്നു എന്നൊക്കെ പറയും കേട്ടോ. അതുപോലെ തന്നെ കരാട്ടയൊക്കെ പഠിപ്പിച്ച മാഷിനെ വരെ അവളെ തോൽപ്പിക്കാൻ തുടങ്ങി എന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നീട് അതിപ്പോൾ നല്ല കാര്യമായല്ലോ എന്ന് അതുപോലെ ദേവയാനിയും പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം നയന പറയുന്നുണ്ടായിരുന്നു, അന്നും അങ്ങനെ വീട്ടിൽ അധിക ദിവസം വഴക്കാണ്, ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി ആരെങ്കിലുമൊക്കെ ആയിട്ട് വഴക്കുണ്ടാക്കിയിട്ട് വരും എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ നവ്യ പറയുന്നുണ്ടായിരുന്നു, അവളുടെ ഫൈറ്റ് കാണാൻ നല്ല രസമാണ് എന്ന് പറയൂ കേട്ടോ. അപ്പോൾ നവ്യയുടെ പരിപാടി എന്താ വെച്ചാൽ, പൂവാലന്മാരൊക്കെ ശല്യം ചെയ്യുന്ന സമയത്ത് നന്ദുവിനോട് വന്ന് പറഞ്ഞിട്ട് അവരെ ഇങ്ങനെ അവളെ കൊണ്ട് അടുപ്പിക്കുന്ന പരിപാടിയായിരുന്നു കേട്ടോ. അപ്പോൾ അത് കനക പറയുന്നുണ്ടായിരുന്നു, അതായിരുന്നല്ലോ നിൻ്റെ മെയിൻ പരിപാടി കോളേജിൽ പഠിക്കുന്ന സമയത്ത് എന്നൊക്കെ പറയുകയാണ്. പിന്നീട് നന്ദു ആണെങ്കിലും പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അവിടെ ഇരുന്ന് സംസാരിക്കുകയാണല്ലോ. അപ്പോൾ നന്ദു മനസ്സിലോർക്കുന്നുണ്ടായിരുന്നു, ഇവരെയൊക്കെ മറികടന്ന് ഞാൻ എങ്ങനെയാണ് അനീനെ കാണാൻ പോകുന്നത്, അനി വല്ലാത്തൊരു പരീക്ഷണമാണല്ലോ തരുന്നത് എന്നൊക്കെ ഇങ്ങനെ മനസ്സിലോർത്തുകൊണ്ട് അവിടെ സങ്കടപ്പെട്ട് അങ്ങ് നിൽക്കുകയാണ് കേട്ടോ. കനകയാണെങ്കിലും അതിന് ശേഷമാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അനിയായിട്ട് മോളിങ്ങനെ അടുത്ത ശേഷം മോളുടെ ഇതൊക്കെ ആകെ മാറിയിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അനി അത്രയും ഇങ്ങനെ മോളെ സ്നേഹിക്കുന്നുണ്ട്, അതുപോലെ തന്നെയാണ് മോളും അനീനെ സ്നേഹിക്കുന്നത് എന്നൊക്കെ ദേവയാനി പറയുകയാണ്. ആ സമയത്ത് ഇങ്ങനെ ഇവരുടെ ഇഷ്ടം പറഞ്ഞിരുന്നെങ്കിലും ഞാനും അതിനെ എതിർത്തേനെ എന്ന് പറയുകയാണ്. പക്ഷേ ആദർശിൻ്റെ അച്ഛനും ആദർശവും മുത്തശ്ശനും ഒക്കെ അതിനെ അനുകൂലിച്ചേനെ. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ, അനിയുടെ വിവാഹം കഴിഞ്ഞ് പോയില്ലേ എന്ന് പറയുകയാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് അതിനെക്കുറിച്ച് ഇനി സംസാരിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതിൽ ദേവയാനി സംസാരിക്കുന്നുണ്ടായിരുന്നു. നന്ദുവിനെ ഒരുപാട് സമയം പുറത്ത് കാത്തു നിന്നിട്ടും കാണാത്തതുകൊണ്ട് തന്നെ അനി വീട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നേ. വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ ദേവയാനി വന്ന കാർ അവിടെ കിടക്കുന്നുണ്ട്. ഇത് വല്യമ്മയുടെ കാറാണല്ലോ, വല്യമ്മ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത് എന്ന് പറഞ്ഞിട്ട് അനി വീട്ടിലേക്ക് കയറാതെ നേരെ തിരിച്ച് പോവാണ് കേട്ടോ. എന്നിട്ട് വീണ്ടും ഇങ്ങനെ നന്ദുവിനെ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പം നന്ദു കോളൊന്നും എടുക്കുന്നില്ല, അവൾ വിളിച്ചിട്ടും എടുക്കുന്നില്ലല്ലോ, എന്നാൽ പിന്നെ അവൾക്കൊരു മെസ്സേജെങ്കിലും അയച്ചൂടെ എന്നൊക്കെ അനി മനസ്സിലോർക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ആദർശാണെങ്കിലും ഭയങ്കര സങ്കടത്തിലിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ജയനാണെങ്കിലും അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, മോനെ ഇന്നും നിൻ്റെ അമ്മ രാവിലെ തന്നെ അമ്പലത്തിലേക്ക് പോയിട്ടുണ്ടല്ലോ എന്ന് പറയും. അപ്പോൾ ആദർശ് പറയാണ്, അമ്മ അമ്പലത്തിലേക്കൊന്നും അല്ല പോയത്, അമ്മ കുറേ ദിവസമായിട്ട് നമ്മുടെ കണ്ണൊക്കെ മൂടി കെട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയൂ കേട്ടോ. അപ്പോൾ ജയനും അതേ ഒരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നീടാണ് ആദർശ് കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടോ. അമ്മയ്ക്ക് അഭിനയിക്കാനും ഒന്നും അറിയില്ലായിരുന്നു, അമ്മ മനസ്സിലുള്ളത് എന്താണോ അത് തുറന്ന് പറയുന്ന കൂട്ടത്തിലാണ്. പക്ഷേ ചിലരുടെ ഒപ്പം കൂട്ടുകൂടിയ ശേഷം അമ്മയാകെ മാറിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആരാ ഈ ചിലർ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ജയൻ. അപ്പോൾ അതൊക്കെ ഞാൻ പറയാം. അച്ഛൻ ഇങ്ങനെ ഇളയച്ചനെയും കൂട്ടിയിട്ട് മുത്തശ്ശിൻ്റെ അടുത്തേക്ക് വാ, ഞാൻ എല്ലാ കാര്യവും തുറന്നു പറയാം. എന്തായാലും ഇളയച്ചനെ വിളിക്കുമ്പോൾ ഇളയമ്മ അറിയണ്ട എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ സീരിയസ് ആണോ എന്ന് ജയൻ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സീരിയസ് ആണെന്ന് പറയൂ കേട്ടോ. പിന്നീട് ആദർശും അതുപോലെ തന്നെ ജയനും കൂടെ മുത്തശ്ശിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. പിന്നീട് ആദർശും ജയനും കൂടെ അവിടേക്ക് എത്തുമ്പോഴേക്കും അജയനും കൂടെ അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. പിന്നീട് ജയൻ മുത്തശ്ശനോട് പറയാണ്, ആദർശിന് അച്ഛനോട് എന്തൊക്കെയോ സംസാരിക്കാനുണ്ട് എന്ന് പറയും. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു, അവന് സംസാരിക്കാനുണ്ടെന്ന് എനിക്ക് മനസ്സിലായി, അവൻ എന്തൊക്കെയോ കുറച്ച് ദിവസമായിട്ട് മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കല്ലേ എന്ന് പറയും കേട്ടോ. പിന്നീട് ആദർശാണെങ്കിലും മുത്തശ്ശനോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നയനയും അമ്മയും തമ്മിൽ സ്നേഹിക്കണം എന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നില്ലേ എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ടായിരുന്നു, അതിന് നമ്മൾ ഇങ്ങനെ ആഗ്രഹിച്ചാലും അത് നടക്കാത്ത കാര്യമാണല്ലോ എന്ന് പറയൂട്ടോ. അപ്പോൾ ആര് പറഞ്ഞു അത് നടക്കാത്ത കാര്യമാണ് എന്നുള്ളത് എന്ന് ആദർശ് ചോദിക്കുകയാണ്. അവരിപ്പോൾ നല്ല സ്നേഹത്തിൽ തന്നെയാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് കുറേ ദിവസമായി ഇങ്ങനെ അമ്മ അവളെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ട്, പക്ഷേ അവൾ ഒരിക്കലും എന്നോട് ഇത് പറഞ്ഞില്ല എന്ന് പറയുകയാണ് കേട്ടോ. അമ്മയ്ക്ക് ചിലപ്പോൾ പറയാൻ മടി കാണുമായിരിക്കും, അമ്മ അതുപോലെയാണ് നയനേനെ വെറുത്തിട്ടുണ്ടായിരുന്നത്, പക്ഷേ അവളുടെ കാര്യം അങ്ങനെയല്ലല്ലോ, അവൾക്ക് എന്നോടെങ്കിലും ഇത് തുറന്നു പറഞ്ഞുകൂടായിരുന്നോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ദേവയാനി നയനെ തമ്മിൽ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർക്കൊക്കെ ഒരു അതിശയമാണ് കേട്ടോ. അപ്പോൾ അവർ സ്നേഹിച്ചു തുടങ്ങിയോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദർശ് പറയും, ഞാനത് മറ്റാരും പറഞ്ഞ് അറിഞ്ഞതൊന്നുമല്ല, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യം തന്നെയാണ് എന്ന് പറയുകയാണ്. അപ്പോൾ നയനയുടെ വീട്ടിലേക്ക് ദേവയാനി കയറി പോകുന്നതും എല്ലാം തന്നെ ആദർശ് ഇങ്ങനെ ഓർക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ പറയുമ്പോഴും അവർക്കും ഒരു അതിശയമാണ് കേട്ടോ. അപ്പോൾ ഏട്ടത്തി കൊള്ളാലോ, വീടിനകത്ത് ഇങ്ങനെ അവർ രണ്ടുപേരും ഇങ്ങനെ കീരിയും പാമ്പുമാണ്, പുറത്തിറങ്ങിയാൽ അങ്ങനെ മരുമകളെ സ്നേഹിക്കുന്ന അമ്മായിയമ്മയായോ എന്നൊക്കെ ഇങ്ങനെ ഏട്ടത്തി കൊള്ളാലോ എന്നൊക്കെ ഇങ്ങനെ അജയനും പറയുന്നുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ അത് നയന പറയാത്തതിൻ്റെ ദേഷ്യം ആദർശിനാണെങ്കിലും നന്നായിട്ടുണ്ടായിരുന്നു. അവൾക്കെങ്കിലും എന്നോട് തുറന്നു പറയായിരുന്നു. ഞാനും അവളും അങ്ങനെ അടുത്ത ശേഷം ഞാൻ അവളോട് ഒരു കാര്യം മറച്ചു വെച്ചിട്ടില്ല, പക്ഷേ അവൾ എന്നെ ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുകയാണ്. പിന്നീട് നയനയ്ക്ക് അവാർഡ് കൊടുത്ത ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ അമ്മയുടെ റെക്കമെൻഡേഷനോട് കൂടി തന്നെയാണ് നടന്നത്. അന്നാണ് അമ്മായിയമ്മയും മരുമകളും തമ്മിൽ സ്നേഹിച്ച് തുടങ്ങിയത് എന്നൊക്കെ പറയുമ്പോഴും മുത്തശ്ശൻ ചോദിക്കുന്നുണ്ടായിരുന്നു, അതിപ്പോൾ ഒരുപാട് നാളായല്ലോ എന്ന് പറയൂ കേട്ടോ. അതെ, എന്നിട്ടും നയന ഇതുവരെ എന്നോടത് പറഞ്ഞില്ല. അതിൻ്റെ ഒരു ദേഷ്യം എനിക്ക് അവളോടുണ്ട്, അതിൻ്റെ ഒരു വെറുപ്പൊക്കെ ഉണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അമ്മയ്ക്ക് ഇങ്ങനെ പറയാൻ മടി കാണുമായിരിക്കും, എന്നാലും അവൾക്കത് തുറന്നു പറയായിരുന്നല്ലോ എന്ന് പറയും. അപ്പോൾ നയനിനോട് ദേഷ്യം വെറുപ്പൊക്കെ ഉണ്ട് എന്ന് പറയുന്ന സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു, മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് കേട്ടോ, അത് ഇത്ര കാര്യമായിട്ട് എടുക്കണം മോനെ ചോദിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഒരുപാട് കള്ളങ്ങൾ ദേവയാനീനോട് പറഞ്ഞതല്ലേ നയനമോൾ ഇങ്ങനെ ദേവയാനിക്ക് കരൾ കൊടുത്ത സമയത്തൊക്കെ നമ്മളും ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞിട്ടില്ലേ ദേവയാനീനോട് എന്ന് ചോദിക്കുന്ന സമയത്ത് അത് എന്തുകൊണ്ടാണ് മുത്തശ്ശ നമ്മൾ അങ്ങനെ കള്ളം പറഞ്ഞത്, എങ്ങനെ അല്ലെങ്കിൽ അമ്മ മരുമകളുടെ സഹായം സ്വീകരിക്കില്ലായിരുന്നു, അതുകൊണ്ടല്ലേ അങ്ങനെ പറഞ്ഞത്, ഇത് അതുപോലെയല്ലല്ലോ നയനി അതുപോലെ തന്നെ അമ്മയും എങ്ങനെ തമ്മിൽ സ്നേഹിച്ച് തുടങ്ങിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും അങ്ങനെ അവളോട് പറയോ, അവളത് വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊന്നും അവളോടൊന്നും പറയില്ലല്ലോ, നമുക്കൊക്കെ സന്തോഷമുള്ള കാര്യമല്ലേ അത് മറച്ചു വെച്ചില്ലേ അവൾ, അതിൻ്റെ ഒരു വെറുപ്പ് എനിക്ക് അവളോടുണ്ട്, അതെന്തായാലും ഉടനെ മാറാനൊന്നും പോകുന്നില്ല, അതുകൊണ്ട് മുത്തശ്ശനും എല്ലാവരും എൻ്റെ കൂടെ നിൽക്കണം എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം മുത്തശ്ശൻ പറയും, നീയാണല്ലോ ഇപ്പോൾ കമ്പനി ഈ വീടൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അതുകൊണ്ട് നീ പറയുന്നത് പോലെ ഞങ്ങൾ ചെയ്തോളാം, നിൻ്റെ കൂടെ നിൽക്കാം എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ മുത്തശ്ശൻ പറയും, അങ്ങനെയൊന്നും വേണ്ട, നിങ്ങളൊക്കെ എൻ്റെ കൂടെ നിന്ന് നിന്നാൽ മതി എന്ന് പറയും. മുത്തശ്ശൻ അവളുമായിട്ടുള്ള പിണക്കം മാറ്റണം എന്ന് പറഞ്ഞാൽ ആ നിമിഷം ഞാൻ മാറ്റും, പക്ഷേ അവളോടുള്ള വെറുപ്പ് അങ്ങനെ ഉടനെയൊന്നും മാറാൻ പോകുന്നില്ല എന്ന് ആദർശ് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ആദർശിൻ്റെ കൂടെ നിൽക്കാൻ തന്നെയാണ് അവരുടെയൊക്കെ തീരുമാനം. പിന്നീട് ആദർശ് പോകുന്ന സമയത്ത് ജയനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ നമ്മളായിട്ട് അവരുടെ ഇത് പിണക്കം മാറ്റാൻ പോയിട്ടുണ്ടെങ്കിൽ അവനിങ്ങനെ അവളോടുള്ള വെറുപ്പൊന്നും മാറുന്നു തോന്നുന്നില്ല, അതുകൊണ്ട് അവരെന്നെ സംസാരിച്ച് അത് മാറ്റട്ടെ എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീണ്ടും കാര്യങ്ങൾ കുഴഞ്ഞു പോവുകയാണല്ലോ എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു. പിന്നീട് മുത്തശ്ശിയാണെങ്കിലും ആദർശം അങ്ങ് പോകുന്ന സമയത്ത് പറയാണ്, ദേവയാനി ആള് കൊള്ളാലോ, അപ്പം മരുമകളെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ഇവിടുന്ന് പുറത്തേക്ക് പോകുന്നതല്ലേ, നയനമോളുടെ വീട്ടിലേക്ക് പോകുന്നതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് ജലജേനെയാണ് കാണിക്കുന്നത്. അനാമികയാണെങ്കിലും ആ സമയത്ത് അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അനാമികയോട് ചോദിക്കും, മോൾ എവിടേക്കാണ് പോകുന്നത്, പുറത്തേക്ക് പോവാണോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ഒരുത്തനാണെങ്കിൽ ഇവിടുന്ന് പുറത്തേക്ക് പോയിട്ടുണ്ടല്ലോ, അവനോട് ഞാനും കൂടെ വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവൻ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അനി പുറത്തേക്ക് പോയോ എന്ന് ജലജ ചോദിക്കുകയാണ് കേട്ടോ, ഭയങ്കര അതിശയത്തിൽ. അവൻ എന്തായാലും പുറത്തേക്ക് പോയി, ഇവിടെ ഹാളിലൊക്കെ ആളുണ്ടായതുകൊണ്ട് അവൻ പിന്നാമ്പുറത്തു കൂടിയാണ് പുറത്തേക്ക് പോയത്. അവനിന്ന് ഇങ്ങനെ പുറത്ത് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ, ഒരുത്തി ഇന്ന് പോലീസ് ക്യാമ്പിലേക്ക് പോവല്ലേ, അവളെ കാണാതിരിക്കാനും പറ്റില്ല, അതുകൊണ്ട് അവൻ എന്തായാലും പുറത്തേക്ക് പോയി എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ജാനകിയല്ലേ അവനെ പുറത്തേക്ക് വിടില്ല എന്ന് പറഞ്ഞത് എന്നൊക്കെ പറയുമ്പോൾ ആരൊക്കെ തടഞ്ഞാലും അവനിന്ന് പുറത്തു പോകും എന്ന് പറഞ്ഞ് അനാമികയാണെങ്കിലും ദേഷ്യത്തിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മോളത് അനുവദിച്ചു കൊടുക്കരുതായിരുന്നു എന്ന് പറയാണ്. ഞാനിപ്പോൾ എന്തിനാ ഇങ്ങനെ ഇളയമേ ഇങ്ങനെ അവൻ്റെ പിറകെ നടക്കുന്നത്, അപ്പോൾ ഇങ്ങനെ അനിയുടെ പിറകെ പോകണമായിരുന്നു എന്ന് ജലജ പറയുമ്പോഴാണ് കേട്ടോ പറയുന്നത്, ഞാൻ എന്തിനാ വെറുതെ അവൻ്റെ പിറകെ നടക്കുന്നത്, എന്നെ അവന് വേണ്ടല്ലോ, ഇനിയിപ്പോൾ ആ രീതിയിൽ അങ്ങ് മുന്നോട്ട് പോകുന്നത് തന്നെയാണ് നല്ലത് എന്ന് പറയുമ്പോൾ ജലജ പറയും, അങ്ങനെ എത്ര കാലം ജീവിക്കും എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇങ്ങനെ അങ്ങ് ജീവിച്ച് പോകാം, അത് തന്നെയാണ് നല്ലത്, ഞാൻ എത്ര സന്തോഷത്തോടു കൂടിയാണ് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ കഴിഞ്ഞത് എന്ന് അപ്പച്ചിക്ക് അറിയോ, ഇപ്പം എൻ്റെ എല്ലാ സന്തോഷവും പോയി, ഇപ്പം ഞാൻ മരിച്ച പോലെയാണ് ഇവിടെ കഴിയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് ദേഷ്യപ്പെട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അത് കേൾക്കുമ്പോൾ എന്തായാലും ജലജയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ഇത് അധികകാലം മുന്നോട്ട് പോവില്ല എന്ന് ജലജ മനസ്സിൽ ഓർക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ, ഭയങ്കര സന്തോഷത്തിൽ. പിന്നീട് അനീനെ കാണിക്കുന്നുണ്ടായിരുന്നു. നന്ദു ആണെങ്കിൽ ഒരു മെസ്സേജും അയക്കുന്നില്ല, അനീനെ കാണാനും വരുന്നില്ല. അപ്പം തന്നെ അനി മനസ്സിൽ ഇങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട്, എന്തായാലും ഇന്ന് വന്ന കാര്യം നടക്കാതെ ഞാൻ തിരിച്ചു പോവില്ല എന്നിങ്ങനെ തീരുമാനിച്ച് ഉറപ്പിച്ചാണ് കേട്ടോ അവിടെ നിൽക്കുന്നത്. നന്ദുവിനെ കണ്ടിട്ടേ പോവുള്ളൂ എന്നുള്ള ആ ഒരു തീരുമാനത്തിൽ തന്നെയാണ്. പിന്നീട് നന്ദു ആണെങ്കിലും ഫോൺ എടുത്ത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അനീനെ വിളിക്കാനും പറ്റില്ല, അതുപോലെ തന്നെ പുറത്തേക്ക് പോകാനും പറ്റുന്നില്ല. ആ സമയത്താണ് ദേവയാനി അവിടേക്ക് വരുന്നത്. അപ്പോൾ മോളെ പോകാനായില്ലേ, മോളെന്താ ഇവിടെ വന്ന് ഇരിക്കുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് വരികയാണ് കേട്ടോ. അപ്പോൾ പോകാനായപ്പോൾ ഒരു വിഷമം ഉണ്ടല്ലേ, അപ്പോൾ ഇവിടെ ഉള്ളവരൊക്കെ മോള് പോകുമ്പോൾ ഇത്രയും സെൻറ്റിയാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നൊക്കെ ദേവയാനി നന്ദുവിനോട് പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അനിയുടെ കാര്യം തന്നെ എടുത്തിടുന്നുണ്ടായിരുന്നു കേട്ടോ. ദേവയാനി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും വീണ്ടും നന്ദുവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് തന്നെ ദേഷ്യം വരും. പിന്നീട് അതൊക്കെ അങ്ങനെ പറയുന്ന സമയത്തും നന്ദു പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ പോലീസ് ക്യാമ്പിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അനീനെ കാണാനും സംസാരിക്കാനും ഒന്നും പറ്റില്ലല്ലോ, അപ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. എന്നാലും മോളുടെ മനസ്സിൽ ചെറിയൊരു ചലനമൊക്കെ ഉണ്ടെന്ന് അതുപോലെ
നന്ദുവിനോട് ദേവയാനി പറയുകയാണ് അത് മോളുടെ ചേച്ചി സമ്മതിച്ചത് തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ആ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ മോള് ചെറിയ പ്രായത്തിൽ തന്നെ SI ആവുന്നതുകൊണ്ട് ഇങ്ങനെ ഇനിയിപ്പോൾ മോൾക്ക് പെട്ടെന്ന് തന്നെ CA ആവാനും അതുപോലെ തന്നെ ഉയർന്ന പോസ്റ്റിലേക്കൊക്കെ പോകാനും പറ്റും. അതൊക്കെ കഴിഞ്ഞിട്ട് നല്ലൊരു ചെക്കനെ ഞാനും ആദർശം കൂടെ ഒക്കെ കണ്ടുപിടിച്ച് കല്യാണം നടത്തി തരാം എന്നൊക്കെ പറയുമ്പോഴും നന്ദു കല്യാണമൊന്നും വേണ്ട എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് പറയുമ്പോഴാണ് ഞങ്ങൾക്കൊക്കെ സംശയമാവുന്നതെന്ന് പറഞ്ഞിട്ട് അനിയുടെ കാര്യം തന്നെയാണ് കേട്ടോ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നന്ദുവിനാണെങ്കിലും അത് കേൾക്കുമ്പോൾ ഭയങ്കര വിഷമമൊക്കെ ആവുന്നുണ്ടായിരുന്നു. പിന്നീട് അനിയാണെങ്കിലും നന്ദു വിളിച്ചിട്ട് വരാത്തതുകൊണ്ട് തന്നെ നന്ദുവിനെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. പിന്നെ അതുപോലെ മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു അനി ഏട്ടത്തിയുടെ വീട്ടുകാരെ ഇഷ്ടമില്ലാത്ത വല്യമ്മ എന്തിനാ അവിടെ വന്നതെന്നും കൂടെ അറിയണമല്ലോ എന്ന് മനസ്സിലോർത്തുകൊണ്ട് തന്നെയാണ് കേട്ടോ അവിടേക്ക് ചെല്ലുന്നത്. പിന്നീട് ഹെൽമെറ്റ് ഇങ്ങനെ ഇട്ടിട്ട് തന്നെ വീട്ടിനുള്ളിലേക്ക് പോകാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ഞാൻ എന്തിനാ കള്ളന്മാരെ പോലെ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് ഹെൽമെറ്റൊക്കെ ഊരി വെച്ചിട്ട് പിന്നീട് അകത്തേക്ക് അങ്ങ് കയറി ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അവിടെ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നയനിയാണെങ്കിലും ഗോവിന്ദനോട് പറയുന്നുണ്ടായിരുന്നു അച്ഛനിങ്ങനെ അവളെ സന്തോഷത്തോടു കൂടി വേണം യാത്ര അയക്കാൻ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഗോവിന്ദനോട്. അപ്പോൾ ഗോവിന്ദൻ തിരിച്ച് പറയുന്നുണ്ടായിരുന്നു ഈ പറയുന്ന ആൾ ഇപ്പോൾ സന്തോഷത്തോടു കൂടിയാണല്ലോ അവളെ യാത്ര അയക്കാൻ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. അപ്പോഴാണ് അനി അവിടേക്ക് കയറി വരുന്നത്. അനീനെ കാണുമ്പോൾ തന്നെ എല്ലാവരുടെ മുഖം അങ്ങ് മാറുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അനി എന്താ ഇവിടെ നിന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നന്ദു ഇന്ന് പോവല്ലേ, അപ്പോൾ അവളെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് വന്നതാണ് എന്ന് പറയൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അനീനെ കാണുമ്പോൾ എല്ലാവരും അവിടെ ഇരിക്കുകയാണല്ലോ. അപ്പോൾ എല്ലാവരും അവിടെ നിന്ന് എഴുന്നേൽക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് നന്ദും ദേവേനയും കൂടെ ദേവേനയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിൽ നന്ദുവിനെ പിടിച്ച് ചിരിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അനിയാണെങ്കിലും അത് നേരിട്ട് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അനിയാണെങ്കിലും ഒരു അത്ഭുതത്തോടു കൂടിയാണ് കേട്ടോ അത് നോക്കി നിൽക്കുന്നത്. അപ്പോഴാണ് അനി അവിടെ നിൽക്കുന്നത് ദേവയാനിയും കാണുന്നത്. അപ്പോൾ ദേവയാനിയുടെ മുഖം പെട്ടെന്ന് അങ്ങ് മാറുന്നുണ്ടായിരുന്നു കേട്ടോ അനീനെ നോക്കിക്കൊണ്ട്. അപ്പോൾ അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്.